പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും ആരോപണങ്ങൾക്ക് മറുപടി നൽകാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. ആരോപണങ്ങളിൽ രേഖകൾ സഹിതം പരാതി നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രാഹുൽ ഇതുവരെ ഇതിന് തയ്യാറായിട്ടില്ല. രാഹുലിൻ്റെ വോട്ടർ അധികാർ യാത്ര ആരംഭിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉന്നയിച്ചത്. പക്ഷേ ഒരാരോപണങ്ങൾക്കും കൃത്യമായ പരാതി നൽകാനോ രേഖകൾ നൽകാനോ രാഹുൽ തയ്യാറായിട്ടില്ല. ഈ ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഉയർത്തി പരമാവധി നേട്ടം കൊണ്ടുവരിക, രാഷ്ട്രീയ വിവാദങ്ങൾ മാത്രം ഉയർത്തിവിടുക എന്നുള്ള തന്ത്രമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിൻ്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ ആരംഭിക്കും. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടികളായിരിക്കും കൂടുതലായി വിശദീകരിക്കുക. ഇതിനൊപ്പം തന്നെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിരന്തരം ഉയരുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാത്തതാണ്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയം നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ പ്രതിപക്ഷ സഖ്യത്തിലുള്ള മറ്റ് പാർട്ടികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമായും ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരുന്നു. ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് എല്ലാ പാർട്ടികൾക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കുവാൻ വേണ്ടിയുള്ള അവസരം നൽകിയിരുന്നു. എല്ലാ പാർട്ടികൾക്കും ഇതിൻ്റെ കരട് വോട്ടർ പട്ടിക നൽകിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അന്നൊന്നും ഉന്നയിക്കാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഉദ്ദേശമുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം കൂടി തുറന്നു കാട്ടാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. മാത്രമല്ല, ഈ പരസ്യമായി മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ഇത്തരം ആക്ഷേപങ്ങൾ കൃത്യമായി എഴുതി നൽകുവാൻ വേണ്ടി, അതിൻ്റെ തെളിവുകൾ സഹിതം നൽകുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതവണ ഈ പാർട്ടികളോട്, രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രാഹുലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പകരം മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനുള്ള കോൺഗ്രസിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ ഇത്തരം ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിലയിൽ നിർത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ BJP വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് വശംവദരായി പ്രവർത്തിക്കുകയല്ല, മറിച്ച് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് 1952 തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തായിരുന്നു. കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ ടിക്കറ്റിൽ പോലും മത്സരിപ്പിച്ചിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ എഴുതി നൽകുവാൻ വേണ്ടി തയ്യാറാകാത്തത്. കരട് വോട്ടർ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ പോലുമില്ലാത്ത ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ അത് രാഷ്ട്രീയ അജണ്ടയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പ്രധാനമായും BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയം നിലനിർത്തുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത്. അതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. വിനോദ്.